മലയാള സിനിമയിലോട്ട് ഫഹദ് ഫാസിൽ അരങ്ങേറ്റം കുറിക്കുന്നത് 2002 കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെ. ഫാസിലിന്റെ തന്നെ ഡയറക്ഷനിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ വലിയൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു ആ സമയത്ത്. പിന്നീട് US-ലെ പഠനത്തിന് ശേഷം 2009 കേരള കഫേയിലെ അകം എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഫഹദ് ഫാസിൽ തിരിച്ചു വന്നത്. പിന്നീട് 2010 മമ്മൂട്ടിക്കൊപ്പം പ്രമാണിയിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചു. അതേ വർഷത്തിൽ കോക്ടെയിൽ എന്ന സിനിമയിൽ ഒരു ചെറിയ അപ്പിയറൻസ് ഉണ്ടായി. പിന്നീട് ലാലിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ ടൂർണമെന്റ് എന്ന സിനിമയിൽ ഒരു ഫുൾ ടൈം റോൾ ഉണ്ടായെങ്കിലും സിനിമ വലിയ വർക്കൗട്ട് ആയില്ല. എന്നാൽ 2011 ഫഹദിന്റെ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ ഇറങ്ങിയിരുന്നു, അതാണ് ചാപ്പ കുരിശ്. പ്രേക്ഷക ശ്രദ്ധ നേടിയ ഈ സിനിമ 2011 വലിയൊരു ഹിറ്റായിരുന്നു. ഇതിലെ അഭിനയത്തിന് ഫഹദിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ദ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു 2012. പിന്നീട് സരോജ് കുമാർ എന്ന സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2012 തന്നെ ഇറങ്ങിയ വേറെ 2 സിനിമയായിരുന്നു ഫഹദിന്റെ കരിയർ തന്നെ മാറ്റിയത്. ലാൽ ജോസിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ ഡയമണ്ട് നെക്ലസും പിന്നെ ആഷിഖ് കപൂറിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ 22 ഫീമെയിൽ കോട്ടയം. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഫോർ ദ യൂത്ത് ഐക്കൺ ഓഫ് ദ ഇയർ 2013 ഫഹദിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാജീവ് രവീന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ അന്നയും റസൂലും ഭയങ്കര ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ പിന്നീട് അതിനുശേഷം ഇറങ്ങിയ നെത്തോലി ഒരു ചെറിയ മീനില്ല, പിന്നെ റെഡ് പൈനും രണ്ടും ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് 2013 തന്നെ ഇറങ്ങിയ LJP സിനിമയായ ആമീൻ വലിയ ഹിറ്റായിരുന്നു. ആ സമയത്ത് മ്യൂസിക്കൽ റോം കോം എന്ന കാറ്റഗറിയിലാണ് ഇത്. അതിലെ ഫഹദിന്റെ സോളമൻ എന്ന ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ ഇമ്മാനുവൽ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്തു. പിന്നീട് എന്തോളജി ഫിലിമായ 5 സുന്ദരികളുടെ ആമിയിൽ അഭിനയിച്ചു. എന്നാൽ പിന്നീട് ഇറങ്ങിയ ആർട്ടിസ്റ്റും പിന്നെ ഡി കമ്പനിയും എല്ലാം ഫ്ലോപ്പ് സിനിമകളായി മാറി. എന്നാൽ 2013 തന്നെ അനിൽ രാധാകൃഷ്ണൻ ഡയറക്ഷനിൽ അഡ്വഞ്ചർ ഡ്രാമ കാറ്റഗറിയിൽ ഇറങ്ങിയ സിനിമയായിരുന്നു നോർത്ത് 24. ഒരു വലിയ വിജയമായ ഈ ഒരു സിനിമയുടെ അഭിനയത്തിനാണ് ഫഹദിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ 2014 കിട്ടിയത്. പിന്നീട് 2013 തന്നെ ഇറങ്ങിയ ഒരു ഇന്ത്യൻ പ്രണയകഥ സത്യനന്ദിക്കാടിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ സിനിമയായിരുന്നു, വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത്.